പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറികാട് ഗവൺമെൻറ് യു പി സ്കൂൾ വെട്ടത്തുകോലയാണ്. കേരളത്തിലെ ആദ്യത്തെ AC ഹൈടെക് വിദ്യാലയമാണ് ഈ സ്കൂള്. ഇത് എൻ്റെ ഒരു വിദ്യാലയം കൂടിയാണ്, കാരണം ഞാൻ പഠിച്ചതെല്ലാം ഇവിടെയാണ്. അപ്പോൾ ഈ സ്കൂള് 100 വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ തിരക്കിലാണ് ഈ സ്കൂളും പരിസരങ്ങളും എല്ലാം. അപ്പം നമുക്ക് ആദ്യം ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയെന്നും നാളെ ഒരു വലിയ ചടങ്ങാണ് നടക്കുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ AC ഹൈടെക് വിദ്യാലയമായ എറികാട് ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും പ്രീ പ്രൈമറി കുരുന്നുകളുടെ നൈസർഗീയ വാസനയെ തൊട്ടുണർത്തുന്ന വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനവും നാളെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേരളത്തിൻ്റെ ആദരണീയയായ സഹകരണ രജിസ്ട്രേഷൻ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകളാണ് വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികളും പങ്കെടുക്കുന്നു. അറിവും ആഘോഷവും മാറ്റുരയ്ക്കുന്ന എറികാടിൻ്റെ അക്ഷരമുറ്റത്തേക്ക് നിങ്ങളെ എല്ലാവരെയും സവിനയം സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം റിട്ടയർ ചെയ്ത അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, മുൻ PTA പ്രസിഡന്റുമാർ എന്നിവരെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ സുവനീറിന്റെ പ്രകാശനവും നിർവഹിക്കപ്പെടുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ബിന്ദു P സ്വാഗതം ആശംസിക്കുന്നു. തുടർന്ന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ നിബു ജോൺ എരുത്തിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സാബു പുതുപ്പറമ്പിൽ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വത്സമ്മ മാണി, പുതുപ്പള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ശാന്തമ്മ ഫിലിപ്പോസ്, പുതുപ്പള്ളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശാന്തമ്മ തോമസ്, പുതുപ്പള്ളി പഞ്ചായത്ത് മെമ്പറായ CS സുധൻ, മെമ്പർമാരായ ശ്രീമതി ധന്യ EK, DPO ബിനു എബ്രഹാം, ശ്രീമതി ശ്രീജ KS, ശ്രീ അനിൽ K തോമസ്, ശ്രീ സാജൻ S നായർ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സാം K വർക്കി, CPM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി ശ്രീ സുഭാഷ് P വർഗീസ്, ശ്രീ ടിൻഡു മനോജ്, PTA പ്രസിഡന്റ് സിറിൽ VR, MBTA പ്രസിഡന്റ് ശ്രീമതി പ്രിറ്റി ഷാജി. തുടർന്ന് ശതാബ്ദി ആഘോഷ ജനറൽ കൺവീനർ ശ്രീ സതീഷ് KK കൊച്ചുകരോട്ട് നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറും. അതിനുശേഷം ചങ്ങനാശ്ശേരി സുനിച്ചൻ നയിക്കുന്ന മെഗാ ഷോയും ഉണ്ടായിരിക്കുന്നതാണ്. ഒമാന്റെ കോട്ടയം ജില്ലയിലെ ഗവൺമെന്റ് UP എറിക്കാട് ശതാബ്ദിയുടെ നിറവിലാണ്. പുതുപ്പള്ളി മേഖലയുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് എറിക്കാട് സ്കൂളിന്റെ സംഭാവന വളരെ വലുതാണ്. 100ാം ജന്മദിനം ആഘോഷിക്കുന്ന ഗവൺമെന്റ് UP എറിക്കാടിനും പ്രിയപ്പെട്ട കുട്ടികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും എന്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. എറികാട് UP സ്കൂളിലെ അധ്യാപക അതുപോലെ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, എറികാട് UP സ്കൂൾ ശതാബ്ദി ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ UP സ്കൂളിലെ അധ്യാപക സമൂഹത്തിന്, അനധ്യാപക സുഹൃത്തുക്കൾക്ക്, അതുപോലെ വിദ്യാർത്ഥിനികൾക്ക്, രക്ഷിതാക്കൾക്കെല്ലാം വളരെ ഹൃദ്യമായ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. എറികാട് UP സ്കൂള് മാർച്ച് 1-ാം തീയതിയാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. എനിക്ക് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഖേദിക്കുന്നു. എല്ലാ വിജയവും ഞാൻ ഈ ആഘോഷങ്ങൾക്ക് നേരുന്നു. എറികാട് UP സ്കൂൾ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂളാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് 370-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള സേവനം അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ശതാബ്ദിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയും ശതാബ്ദി ആഘോഷങ്ങൾക്ക് എല്ലാ വിധവും ആശംസിക്കുകയും ചെയ്യും. എല്ലാവർക്കും നമസ്കാരം.
ഗവൺമെന്റ് UP സ്കൂൾ എറികാട് അതിന്റെ 100ാം വർഷം ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. നിങ്ങളോടൊപ്പം ആയിരിക്കണം ഈ വേളയിൽ എന്ന് ആഗ്രഹിച്ചതാണ്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷവും എൻ്റെ പിതാവിന്റെ വേർപാടിന് ശേഷം സ്കൂളിന് വേണ്ടിയുള്ള ബസ്സൊക്കെ തന്ന് നമ്മളെ പിന്തുണച്ച യൂസഫ് അലി അടക്കമുള്ളവർ പിന്തുണ ലഭിച്ച സ്കൂളാണ് നമ്മുടേത്. അപ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സന്തോഷമാണ്. പക്ഷേ എൻ്റെ കോളേജിൽ ഞങ്ങൾ അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഒരു ചടങ്ങ് നേരത്തെ തന്നെ തീരുമാനിച്ചതായതുകൊണ്ടാണ് ഈ ദിവസം ഒരു ബുദ്ധിമുട്ടായി വന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. 100 വർഷക്കാലം പുതുപ്പള്ളിയെയും കേരളത്തെയും സേവിച്ച ഈ സ്കൂള് വരുന്ന പതിറ്റാണ്ടുകളിലും നൂറ്റാണ്ടുകളും ഈ നാടിന് അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവിധമായ ആശംസകളും എറികാട് സ്കൂളിന് നേരുന്നു. മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുപ്പള്ളിയുടെ തിലകക്കുറിയായി വിളങ്ങുന്ന കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ AC ഹൈടെക് വിദ്യാലയമായ ഗവൺമെൻറ് UP സ്കൂൾ എറികാടിൻ്റെ ശതാബ്ദി പങ്കെടുക്കാനായി നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഞാൻ നസീർ സംക്രാന്തി. പുതുപ്പള്ളി ഏറിക്കാട് UP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വരുന്ന മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന ശതാബ്ദി സമ്മേളനത്തിൻ്റെ സമാപനവും വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനത്തിനും ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകണം. നമുക്കവിടെ പല നാടുകളിൽ ഹൈസ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തന്നാൽ നീ ജോലിയും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ സ്കൂളിൽ ജോലി കിട്ടുന്നത്, ബിസിനസ്സായിട്ട് ജോലി കിട്ടുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഈ സ്കൂള് ഞാൻ ഇരുന്ന കാലത്ത് താഴോട്ട് പോകാതെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടി. നമ്മൾ എവിടെ ചെന്ന് അപേക്ഷിച്ചാലും അവരതിനെല്ലാം സഹായിച്ചു തന്നിരുന്നു. എല്ലാ ആശംസകളും ഞാൻ എൻ്റെ സ്കൂളിന് നേരെയാണ്. എൻ്റെ ഹസ്ബൻഡ് പഠിച്ച സ്കൂളാണിത്. അദ്ദേഹം ഇവിടെ നിന്ന് പഠിച്ചാണ് 7ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെ അന്ന് ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് പുതുപ്പള്ളിക്ക് പോയി അറിയപ്പെട്ട ഡോക്ടർ എന്നൊക്കെ പഠിച്ചവരെല്ലാം ഡോക്ടേഴ്സായിട്ടും കോളേജ് പ്രൊഫസർമാരായിട്ടും എല്ലാം റിട്ടയർമെന്റാണ്. ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുകയാണ്. ഒരിക്കലും അത് പുറകോട്ട് പോവുകയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഈ സ്കൂളിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം, ഞാൻ ദാവീദ്. 100ാം വാർഷികം ആഘോഷിക്കുന്ന എറികാട് ഗവൺമെൻറ് UP സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, അനധ്യാപകർക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്കും, PTA മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2001 ഈ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇതിനു മുന്നേ ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു. വളരെ പണിപ്പെട്ടാണ് എനിക്ക് ഒരു സ്ഥലം മാറ്റം ഈ സ്കൂളിലേക്ക് ലഭിച്ചത്. എൻ്റെ വളരെ നാളത്തെ ആഗ്രഹവുമായിരുന്നു ഈ എറിയാട് സ്കൂളിൽ ഒരു ടീച്ചറായി ജോലി ചെയ്യണമെന്നുള്ളത്. അതെനിക്ക് 2001 സാധിച്ചു കിട്ടി. പിന്നെ എൻ്റെ വീട്ടിലെ 4 മക്കളും ഞങ്ങൾ ഈ സ്കൂളിലാണ് പഠിച്ചത്. എല്ലാവരും നല്ല ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ജോലി ചെയ്താൽ അതിന് ഫലം കിട്ടുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനാണ് ഉത്തമ ഉദാഹരണമാണ് എറിയാട് ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പുരോഗതി എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വേറെയും പല അധ്യാപകരും എന്നോടൊപ്പം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിന് വളരെ എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായി. കാത്തിരിപ്പിനൊടുവിൽ അത് ഹൈടെക് ആക്കി തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. AC ഹൈടെക് സ്കൂള് കേരളത്തിലെ ആദ്യത്തെ ഒരു സ്കൂളായിട്ട് എറിയാട് സ്കൂൾ മാറി. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതിന് എന്നോടൊപ്പം എല്ലാ അധ്യാപകരും പ്രവർത്തിച്ചു. ഇപ്പോൾ ഈ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്ന അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഈ സ്കൂളിന് പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എന്റെ പേര് ഷർമിസ. ഞാൻ പഠിക്കുന്നത് എറികാട് സ്കൂളിലെ 5ാം ക്ലാസ്സിലാണ്. ശതാബ്ദി ആഘോഷിക്കുന്ന നമ്മുടെ എറികാട് സ്കൂളിലെ എല്ലാ ആശംസകളും. നമസ്കാരം. ധന്യതയുടെ നിറവിലാണ് നമ്മുടെ വിദ്യാലയം ഇപ്പോൾ. 100 വർഷം പിന്നിടുന്ന
എറങ്ങാട് ഗവൺമെൻറ് UP സ്കൂളിൻ്റെ സ്നേഹവും കരുതലും പരിചരണവും എനിക്കും ലഭിച്ചിട്ടുണ്ട്. ആ സ്മരണയിൽ ആ തണലിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നത്. എറങ്ങാട് ഗവൺമെൻറ് UP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സ്നേഹത്തോടെ അഭിമാനത്തോടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ. ഞാൻ എന്നും പറയുമായിരുന്നു, നമ്മുടെ സ്കൂളിലെ നിങ്ങളെല്ലാവരും PTA ഒക്കെ കൂടുമ്പോഴത്തേക്കും നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ ഇവിടെ തൊട്ട് പഠിപ്പിക്കണം, നിങ്ങൾ അതിലേ ഇതിലെ കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ നിന്ന് പോകും എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും എല്ലാവരും ഒന്നും കേൾക്കണമെന്നുമില്ല. നിങ്ങളുടെ പിള്ളേർ പഠിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് ജോലി വേണ്ടേ, അതുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾ പിള്ളേരെ വിടണമെന്നൊക്കെ പറയുമായിരുന്നു. എന്നാലും ഇപ്പോഴും സ്കൂളിൽ പോകാതെയൊക്കെ നിർത്തിക്കൊണ്ട് ടീച്ചേഴ്സൊക്കെ ഹൈടെക് ആക്കി. അങ്ങനെ സ്കൂൾ ഇപ്പോഴും പുരോഗമിച്ചിരിക്കുന്നു. പിന്നെ കുട്ടികളിപ്പോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂടുതലുണ്ട്. ഞങ്ങൾ പോരുമ്പോഴേ 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. ഞാൻ പരിശ്രമം 2 ഡിവിഷനുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പ്രമോഷനായിട്ട് പോരുന്നത് 94 അന്നേരത്തെയും അതിന് ശേഷം അന്ന് 2 ഡിവിഷനിൽ എല്ലാ ക്ലാസ്സുകളും 2 ഡിവിഷനുണ്ടായിരുന്നു. അന്ന് ഇതുപോലെയുള്ള ഹൈടെക്കോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ഒരു അക്കാഡമിക് സൈഡ് നല്ല ഒരു സ്കൂളായിരുന്നു. അന്നും ഇന്നുമല്ല. അതിന് ഇനിയും നല്ലൊരു സ്കൂളായി മുമ്പോട്ട് പോകാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കും കുട്ടികൾക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉയർന്നതിൽ ഏറ്റവും സന്തോഷമുണ്ടായി. അധ്യാപകരുമായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല PTA ഭാരവാഹികൾ ഈ സ്കൂളിന് ഉണ്ട് എന്നുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ വിധത്തിലും ഉയർന്നു ശോഭിക്കുന്ന നമ്മുടെ എറങ്ങാട് ഗവൺമെൻറ് UP സ്കൂളിന് എല്ലാ ആദരങ്ങളും ആശംസകളും നേരുന്നു. താമസിയാതെ ഭാവിയിൽ നമ്മുടെ ഈ എറങ്ങാട് ഗവൺമെൻറ് സ്കൂൾ ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ഗവൺമെൻറ് UP സ്കൂൾ എറങ്ങാട് എന്ന് എനിക്ക് മറ്റുമുള്ള ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ആ മുറ്റത്ത് ഒരു വിദ്യാർത്ഥിയായും പിന്നീട് അധ്യാപികയായും ഈ ജോലി ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ആ സമയത്ത് എന്നോടൊപ്പം പ്രധാന അധ്യാപികയായിരുന്ന ശശികല ടീച്ചറും മറ്റ് സഹപ്രവർത്തകരോടുള്ള സ്നേഹം നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ സ്കൂൾ ഇന്ന് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈടെക് വിദ്യാലയമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ സ്കൂളിൻ്റെ എല്ലാവിധ നന്മകൾക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ശതാബ്ദി ആഘോഷിക്കുന്ന എറങ്ങാട് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ് ഷോണൂർ. ശതാബ്ദി ആഘോഷിക്കുന്ന എറങ്ങാട് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും PTA അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും. 2025 മാർച്ച് 1-ാം തീയതി ശതാബ്ദി ആഘോഷിക്കുന്ന എറങ്ങാട് ഗവൺമെൻറ് UP സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, RJ സൂരജാണ്, ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ശതാബ്ദി ആഘോഷിക്കുന്ന എറങ്ങാട് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും PTA മെമ്പേഴ്സിനും ഒക്കെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. 100 വർഷങ്ങൾ ഒരുപാട് തലമുറകളെ വാർത്തെടുത്ത സ്കൂളിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശതാബ്ദി ആഘോഷിക്കുന്ന പുതുപ്പള്ളിയുടെ അക്ഷരം മുത്തശ്ശി എറങ്ങാട് സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിൻ്റെ മാന്യനായ ഭരണാധികാരി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ തട്ടകത്തിൽ എറങ്ങാട് സ്കൂളിൽ ജോലി ചെയ്യുവാൻ ഒരു മഹാസൗഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ ജോലി ചെയ്ത കാലയളവിൽ പ്രധാന അധ്യാപികയായിരുന്ന
ബഹുമാന്യായ ശശികലാദേവി ടീച്ചർ, അന്നത്തെ പ്രഗത്ഭമതികളായിട്ടുള്ള മറിയാമ്മ, അക്കാമ്മ, ഏലിയാമ്മ, പൊന്നമ്മ, അന്നമ്മ, സോയ, അമ്മിണി, കെ വി ലൈലജ, ബിന്ദുമോൾ, ഇപ്പോൾ ജോലി ചെയ്യുന്ന അക്കാമ്മ ടീച്ചർ തുടങ്ങിയവരും, ഞാൻ ജോലി ചെയ്ത കാലയളവിന് ശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ, പ്രഥമാധ്യാപകർ, സ്കൂൾ PTA, SMC, കുട്ടികൾ, രക്ഷകർത്താക്കൾ, നല്ലവരായ നാട്ടുകാർ, മുഖ്യമന്ത്രി മുതൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നിതാന്തമായ ഇടപെടലിൻ്റെയും നിതാന്തമായ പരിശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന നിരവധി പുരസ്കാരങ്ങൾ ഈ സ്കൂളിന് നേടുവാൻ കഴിഞ്ഞതും സംസ്ഥാന തലത്തിൽ തന്നെ പ്രത്യേകമായ ശ്രദ്ധ നമ്മുടെ സ്കൂൾ നേടിയത്. ഒൻപത് വർഷക്കാലം ജോലി ചെയ്ത എറികാട് കലാലയം നിറവാർന്ന ഓർമ്മകളാണ് എനിക്ക് സമ്മാനിച്ചത്. ഈ അവസരത്തിൽ ഒരു കാര്യം വളരെ നന്ദിയോടുകൂടി സൂചിപ്പിക്കാതിരിക്കുന്നത് അനൗചിത്യമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ. 2004 സുനാമി, അന്നേ വരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ സുനാമിയിൽ ഒരു വിക്ടിമായ എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹം നൽകാൻ, കാരുണ്യം നൽകുവാൻ എത്തിച്ചേർന്ന അന്നത്തെ പുതുപ്പള്ളിയിലെ ജനപ്രതിനിധികൾ, സ്കൂളിലെ അധ്യാപകർ, PTA-ക്കാർ, നാട്ടുകാർ, അതൊക്കെ ഞാൻ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എൻ്റെ ജീവിതാവസാനത്തോളം കാലം ഈ അക്ഷരമുത്തശ്ശിയും നല്ലവരായി നാട്ടുകാരും അവർക്കൊക്കെ വേണ്ടി എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കട്ടെ. ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സ്കൂളിന് ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രവിചന്ദ്രൻ, ഗവൺമെൻറ് UPS എറികാട് 2007 മുതൽ 2018 വരെ ഹിന്ദി അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അധ്യാപകനാണ്. എറികാട് ഗവൺമെൻറ് UPS ഇന്ന് ശതാബ്ദിയുടെ നിറവിലാണ്. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണ്. കാരണം എൻ്റെ സേവന ജീവിതത്തിലെ ഏറ്റവും അധികം കാലഘട്ടം ഞാൻ പ്രവർത്തിച്ചത്, അതായത് 2007 മുതൽ 2018 വരെ പ്രവർത്തിച്ച വിദ്യാലയമാണ്. എന്നിലെ അധ്യാപകനെ വളരെ ഭംഗിയായി വാർത്തെടുക്കുന്നതിൽ ആ വിദ്യാലയവും ആ പൊതുസമൂഹവും കോട്ടയം ഈസ്റ്റ് സബ് ജില്ലയും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ 2007 ആ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് തുടർന്നുള്ള ആദ്യ വർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ആ സ്കൂളിൽ പരിമിതമായിരുന്നു. പക്ഷെ പിന്നീട് വളരെ വേഗം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, ജനപ്രതിനിധികള്, സമീപവാസികള്, സന്നദ്ധ സംഘടനകള്, എൻ്റെ സഹപ്രവർത്തകര്, सेलिब्रेट करने वाला एरिकाड UP स्कूल को और स्कूल को विजेता बनाने में मदद करने वाला सारे स्टाफ को और मैनेजिंग कमेटी को मेरा हार्दिक शुभकामनाएं. നമസ്കാരം. പ്രശസ്തിയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്താൻ വെങ്കൽ കൊണ്ടു നിൽക്കുന്ന ഗവൺമെൻറ് UP സ്കൂൾ എറികാട് ഇന്ന് സത്യത്തിന്റെ ഈ യാത്രയിലുടനീളം ഈ വിദ്യാലയത്തെ ഇവിടം വരെ എത്തിച്ച 2015-16 കാലയളവിനുള്ളിൽ തന്നെ സമീപ വിദ്യാലയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി 2 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലൈബ്രറി, ആവശ്യത്തിന് കമ്പ്യൂട്ടർ റൂം, ഡൈനിങ് ഹാൾ, ഓഫീസ് റൂമിന് മുകളിലായി ചെറിയൊരു കോൺഫറൻസ് ഹാൾ ഇവ ക്രമീകരിക്കാൻ നമ്മെ സഹായിച്ച ജെസ്സി ബെന്നി, മാങ്ങാന CMS LPSലെ ഹെഡ് മിസ്ട്രസ്സായി വർക്ക് ചെയ്യുന്നു. ശതാബ്ദി നിറവിൽ നിൽക്കുന്ന എറികാട് ഗവൺമെൻറ് UP സ്കൂളിന് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ശതാബ്ദി ആഘോഷിക്കുന്ന എറികാട് UPSലെ അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാൻ മലപ്പുറം ജില്ലയിലാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. 72-ൽ എറികാട് UP സ്കൂൾ ഇപ്പോൾ
100 വയസ്സ് പൂർത്തിയാകുന്നു. ഞാനും നേരത്തെ സ്കൂളിൽ വർക്ക് ചെയ്തതാണ്. എനിക്കിപ്പോൾ പറഞ്ഞാൽ 86 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യവും ഓർക്കും വരണം എന്ന് ഓർക്കുന്നു. പക്ഷേ ഒരു ചോട് പോലും നടക്കാൻ മേലാത്തൊരു ചുറ്റുപാടിലായതുകൊണ്ടാണ് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശംസ തരാൻ ഒക്കാത്തതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു. പക്ഷേ എല്ലാവരും നമ്മുടെ രാധ ടീച്ചറെ, പൊന്നമ്മ ടീച്ചറെ, മറിയാമ്മ ടീച്ചറെ, ഏലിയാമ്മ ടീച്ചറെ, ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ നന്മകളും വീണ്ടും വീണ്ടും ആശംസിക്കുന്നു. സ്കൂളിന് പഴയ പേരിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന പേര് ലഭിക്കുന്നതിന് വേണ്ടി ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് എറിയാട് ദിവസിന് UPSന് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അക്ഷരവേദിയിലെ ആയിരങ്ങളെ കൈപിടിച്ച് പ്രവർത്തനക്കിയ നമ്മുടെ എറികാട് സ്കൂള് അനേകം കുട്ടികൾക്ക് മാർഗദീപം കാണിച്ചു കൊടുത്ത് മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാലയത്തിൽ ഒരു അധ്യാപികയായിട്ട് 20 വർഷക്കാലത്തോളം എനിക്ക് സേവനം ചെയ്യുവാനും അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്യാനും സാധിച്ചതിലുള്ള സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ സ്കൂള് കേരളത്തിലെ ആദ്യ ഹൈടെക് വിദ്യാലയമായിട്ട് ഉയർന്ന് നേട്ടം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ശക്തമായ PTA സ്കൂളിനുണ്ട്. പല വർഷങ്ങളിലെ ബെസ്റ്റ് PTA അവാർഡും അതുപോലെ തന്നെ സ്കൂൾ അവാർഡും നേടിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം കുറിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയം മുന്നേറുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? അതായത് ഹെഡ് മാസ്റ്ററുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA മെമ്പേഴ്സിൻ്റെയും അനുദിനമുള്ള കൂട്ടായ്മയാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം. പിന്നെ ഈ സ്കൂളിൻ്റെ ഉന്നതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാവരോടും എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയം നാൾ മുന്നോട്ട് വളർന്ന് ഒരു ഭാവിയിലെ ഒരു ഹൈസ്കൂളായും ഒരു ഹയർ സെക്കൻഡറി സ്കൂളായും ഉയരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. 100 വയസ്സ് തികയുന്ന എൻ്റെ സ്കൂളിന് ആശംസകൾ നേരുന്നു. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന എൻ്റെ മാതൃവിദ്യാലയമായ എറികാട് ഗവൺമെൻറ് UP സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന എൻ്റെ വിദ്യാലയം ഗവൺമെൻറ് UP സ്കൂൾ എറികാടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന എറികാട് ഗവൺമെന്റ് UP സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 7 മണിക്കാണ് പുതുപ്പള്ളിയിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്ര പുറപ്പെടുന്ന സ്കൂളിലേക്ക്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങളെല്ലാം സ്കൂളിന് ഉണ്ടായിരിക്കണം. അതുപോലെ ഇത് ഒരുപാട് ആൾക്കാർ ഒരു കൂട്ടായ്മയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം, അതുപോലെ സ്കൂളിന്റെ PTA, അതുപോലെ സ്കൂളിലെ അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, അങ്ങനെ വേണ്ട എല്ലാ നാട്ടുകാരുടെ അടക്കം എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നാളെ ഈ മുഴുവൻ പരിപാടിക്ക് ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ നാളെ രാവിലെ എല്ലാവരും പ്രോഗ്രാമിനെത്തണം.
Yeah.